സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണ പത്തപ്പിരിയത്ത് മാലിന്യം പുറന്തള്ളുന്ന കെട്ടിടത്തിലും പരിസരങ്ങളിലും ഉദ്യോഗസ്ഥരുടെ പരിശോധന. മലപ്പുറം ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗവും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗവുമാണ് പരിശോധന നടത്തിയത്. കെട്ടിടത്തിൽ നിന്നും മാലിന്യം പുറന്തള്ളുന്ന വാർത്ത കഴിഞ്ഞ ദിവസം ചാനൽ 8 ന്യൂസ് പുറത്തുവിട്ടിരുന്നു. പിന്നാലെയാണ് നടപടി. ചാനൽ 8 ന്യൂസ് ഇമ്പാക്ട്. ഭക്ഷണം കഴിക്കാൻ പോലും കഴിയണില്ല ഞങ്ങൾക്ക്. അടുക്കള മുതൽ ബെഡ്റൂം വരെ ഫുള്ള് സ്മെല്ലാണ്. അതും ഈ കക്കൂസിന്റെ തന്നെ സ്മെല്ലാണ്. ഇതിന്റെ ആണെങ്കിൽ വമ്പം കൊതുക്. ഞങ്ങള് സാധനം വാങ്ങണതിലേറെയാണ് കൊതുക് തിരി വാങ്ങുന്നത്. ഈ കക്കൂസ് മണത്തിട്ടാണ് ഇവിടെ നിൽക്കാൻ പറ്റും. ഈ കോയിലിൽ കൂടി ഒക്കെ അപ്പി ഇങ്ങനെ വരും. അതൊക്കെ ഓല് കണ്ടുപോയതാ. അപ്പി വരുന്നതൊക്കെ ഓല് കണ്ടുപോയതാ. അപ്പുറത്തേക്കാണ് അപ്പി വീണിന്. ആ കോയിലൊക്കെ പൊട്ടിക്കാണ്ട് കണ്ടൂടെ കുട്ടിക്ക് ഇവിടെ എല്ലാം പോലെ. മലപ്പുറം ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ രാജൻ പത്തൂർ, എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജിൻസി എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥലപരിശോധന നടത്തിയത്. കെട്ടിടത്തിലെ താമസക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിലുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു. പ്രവൃത്തി വേഗം പൂർത്തിയാക്കണമെന്നും അല്ലാത്ത പക്ഷം കെട്ടിടം അടച്ചുപൂട്ടുന്ന നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ഓഫീസർ രാജൻ പത്തൂർ പറഞ്ഞു. മലപ്പുറം ജില്ലാ LSCD ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് ഡയറക്ടറുടെയും ശുചിത്വ മിഷൻ ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെയും ഒക്കെ നിർദ്ദേശപ്രകാരമാണ് ഈ പരാതിക്കാസ്പദമായ ഈ സ്ഥലം സന്ദർശിച്ചത്. ഇത് പരാതിയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ പരിതാപകരമായ ഭീതിജനകമായ ഒരു സാഹചര്യമാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് പഞ്ചായത്തിൽ നിന്നും ഇന്നലെ തന്നെ അതിന് അടിയന്തരമായി നോട്ടീസ് നൽകുകയും അതിൻ്റെ 31-ാം തീയതി ഇന്ന് അതിൻ്റെ ആ പരാതികളൊക്കെ പരിഹരിക്കണമെന്നൊരു നിർദ്ദേശം പഞ്ചായത്ത് സെക്രട്ടറി നൽകിയതായി കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇവിടെ അതിൻ്റെ പ്രാരംഭ പണികളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉടമയോട് നേരിട്ട് സംസാരിച്ചതിൽ ആ പരാതി പരിഹരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താമസക്കാരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് മാലിന്യമുക്ത നവകേരളം. ഈ പരിപാടി വിജയിപ്പിക്കുക എന്നതും ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച ആരോഗ്യപൂർണമായ ഒരു ജീവിതം പ്രദാനം ചെയ്യുക എന്നതാണ് സർക്കാർ ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ പദ്ധതി സർക്കാർ ഉദ്ദേശിച്ച പോലെ നടപ്പിലാക്കുക എന്നതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉദ്ദേശവും ലക്ഷ്യവും. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തീർച്ചയായും ഈ വകുപ്പിൽ നിന്ന് ഉണ്ടായിരിക്കും. ഈ പരാതി പരിഹരിക്കാം എന്ന് പറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഇത് അടച്ചുപൂട്ടുന്നത് അടക്കമുള്ള നടപടികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുമെന്നാണ്. പത്തപ്പിരിയത്ത് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ നിന്നും കക്കൂസ് മാലിന്യം വലിയ തോതിൽ പുറത്തേക്കൊഴുകുന്നത് പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. നിരന്തരം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പരാതി പറഞ്ഞിരുന്നത്. കെട്ടിട ഉടമയ്ക്കെതിരെ നേരത്തെയും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഉടമ തയ്യാറായിരുന്നില്ല. ഇതോടെയാണ് പ്രദേശവാസികൾ വീണ്ടും പരാതിയുമായി രംഗത്ത് വന്നിരുന്നത്. സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ.